ഈ സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രീ വി ദിലീപ് അവരെ ക്ഷണിക്കുന്നു. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. കടത്തനാട്ട് സാഹിത്യോത്സവത്തിൽ ഇപ്പോൾ ഈ ഒരു സെഷനിൽ പങ്കെടുക്കാനുള്ള അവസരം വന്നിരിക്കുന്നു. അതിനുള്ള സന്തോഷം ആദ്യമേ തന്നെ പങ്കുവെക്കുന്നു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ VR സുധീഷ് നമ്മുടെ കൂടെ എഴുത്തിൻ്റെ 50 വർഷങ്ങൾ മലയാള സാഹിത്യ രംഗത്ത് നിത്യവസന്തമായി VR സുധീഷ് എന്ന പേര് നമ്മൾ കേട്ടു തുടങ്ങിയിട്ട് 5 പതിറ്റാണ്ട് തികയാനൊരുങ്ങുകയാണ്. ഈ സമയത്ത് മലയാളത്തിലെ ഒരുപാട് സഹൃദയരുടെ നല്ല ചെറുകഥകൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരുടെ ഇടയിൽ ഒരു കസേരയിട്ട് VR സുധീഷ് പാർക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും വർഷങ്ങളാകുമ്പോൾ നമ്മൾ അദ്ദേഹത്തോട് അദ്ദേഹം എഴുതിയ കാലത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ എഴുത്ത് സങ്കല്പങ്ങളെക്കുറിച്ചും വർത്തമാനകാല എഴുത്തിനെക്കുറിച്ചുമൊക്കെ സംവദിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള സെഷനാണ്. ഞാനിവിടെ കോഴിക്കോട് മുകേരി ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന ആളായതുകൊണ്ട് തീർച്ചയായിട്ടും വ്യക്തിപരമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് സെഷനിലേക്ക് കടക്കാം. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് സാഹിത്യരംഗത്ത് ഏറ്റവും പുഷ്കലമായി നിന്ന MT വാസുദേവൻ നായർ എഡിറ്ററായി നിന്ന ഒരു കാലഘട്ടത്തിന് ശേഷം തുടർന്നു വരുന്ന ഒരു തലമുറയിൽ ഏറ്റവും ആധികാരികമായി മലയാള സാഹിത്യത്തെ അടയാളപ്പെടുത്തുന്ന ഒരുപാട് എഴുത്തുകാർ കടന്നു വന്നു. ഞങ്ങളൊക്കെ അന്ന് ശ്രദ്ധിച്ചു വായിച്ച എഴുത്തുകാർ TV കൊച്ചുബാവയും N പ്രഭാകരനും CV ബാലകൃഷ്ണനുമൊക്കെ തൊട്ട് മുമ്പുള്ള അവർക്കൊക്കെ തൊട്ട് മുന്നിലായിട്ട് T പത്മനാഭനും കാക്കനാടനും OV വിജയനും ഒക്കെ ഉണ്ടായിരുന്നു, പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും. ഇവരുടെയൊക്കെ കൂടെ ആദ്യമായി ഞാൻ ശ്രദ്ധിച്ചു, അല്ലെങ്കിൽ ഞങ്ങളുടെ തലമുറ VR സുധീഷ് എന്ന പേര് ശ്രദ്ധിക്കുകയാണ്. സുധീഷ് എന്നുള്ള പേര് ഞങ്ങളുടെയൊക്കെ തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് വരുന്ന ഒരു പേരിൻ്റെ ഒരു ശൈലി ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹം എങ്ങനെയോ പെട്ടെന്ന് മെയിൻ സ്ട്രീമിലേക്ക് വന്ന എഴുത്തുകാരനാണ് എന്ന് ഞാനൊന്ന് തെറ്റിദ്ധരിക്കുക പോലും ഉണ്ടായി. പിന്നീടാണ് മനസ്സിലായത് അദ്ദേഹം ഞങ്ങളുടെ സമീപ പ്രദേശത്തുകാരനാണെന്നും തൻ്റേത് മാത്രമായ ഒരു ശൈലിയിലൂടെയാണ് മലയാള സാഹിത്യത്തിൽ അദ്ദേഹം ഇടം കണ്ടെത്തുന്നതെന്നും പിന്നീട് അദ്ദേഹത്തെ നിരീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ചെറുകഥകൾ എൻ്റെ ജീവിത നിരീക്ഷണവുമായി ചേർന്ന് നിൽക്കുന്നുമുണ്ട്. ക്രൂരഫലിതക്കാരൻ ദൈവം എന്ന ഒരു ടൈറ്റിലാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. ആദ്യം സുധീഷുമായി ബന്ധപ്പെട്ട 2 ഓർമ്മകളാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ആദ്യത്തെ കാര്യം, ദൈവം എന്താണ്, അല്ലെങ്കിൽ ദൈവം എന്ന ഒന്ന് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അഥവാ ഉണ്ടെങ്കിൽ അത് അങ്ങേയറ്റം ക്രൂരഫലിതക്കാരനായ ഒരാളാണ് എന്ന ഒരു ഉത്തരം, ഒരു തത്വശാസ്ത്രം VR സുധീഷ് അവതരിപ്പിച്ചപ്പോഴാണ് ഞാൻ ആദ്യമായി ഈ എഴുത്തുകാരനെ ശ്രദ്ധിക്കുന്നത്. രണ്ടാമത്തേത്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ചെറുകഥ വായിച്ച് ഞാൻ കരഞ്ഞു പോകുന്നത്. അത് വംശാനന്തര തലമുറ എന്ന കഥയാണ്. വയലാറിൻ്റെ ആത്മാവിൽ ഒരു ചിത എന്ന കവിത കേട്ടുകഴിഞ്ഞാൽ കരഞ്ഞു പോകുമായിരുന്നു. ഇപ്പോഴെനിക്ക് കവിത കേൾക്കാൻ പറ്റില്ല. വംശാനന്തര തലമുറയും വായിച്ചു തുടങ്ങി ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ എനിക്ക് നെഞ്ചിടിക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. അതിലെ അച്ഛൻ തവളയുടെ അവസ്ഥ, അദ്ദേഹം തിരിച്ച് കുടുംബത്തിലേക്ക് വന്ന് സംസാരിക്കുന്നു, അവർ കീറി മുറിച്ച് സ്നേഹത്തെ പരിശോധിച്ചു എന്ന് തുടങ്ങുന്ന ആ ഖണ്ഡിക എനിക്ക് വിങ്ങലോടെ മാത്രമേ ഇന്നും വായിക്കാൻ പറ്റുകയുള്ളൂ. ഇന്നലെ ഞാൻ ആ കഥ വായിച്ചു നോക്കി. ഇപ്പോൾ നമ്മുടെ കൂടെ പ്രിയപ്പെട്ട എഴുത്തുകാരനുണ്ട്. സുധീഷിനോട് നമുക്ക് സംസാരിക്കാം. എനിക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ ചോദിക്കാൻ, അല്ലെങ്കിൽ സംസാരത്തിന് ഒരു ഔപചാരികമായൊരു തുടക്കം എന്ന നിലയിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എഴുതിയ കാലത്തെക്കുറിച്ചാണ്. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എഴുതിയ കാലം, എനിക്ക് കിട്ടിയ കത്തുകൾ എന്ന് സുധീഷ് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എഴുതിയ കാലത്തെക്കുറിച്ച്, എഴുത്തിൻ്റെ തുടക്കകാലത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞ് നമുക്ക് സംഭാഷണം ആരംഭിക്കാം. ഞാൻ ഈ ദേശത്തുകാരനാണ്. എൻ്റെ ആദ്യ കഥ 1975 പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഒരു ബാലമാസിക മേടിച്ചിട്ട്, അതും കാശ് കൊടുത്തിട്ടല്ല,
ഒരു കൂട്ടുകാരനിൽ നിന്ന് അത് മേടിച്ചിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇതിന് തൊട്ടപ്പുറത്തുള്ളൊരു വഴിയാണ്. വെറുതെ ഒന്ന് പേജുകൾ മറച്ചിട്ടപ്പോഴാണ് ഞാൻ എൻ്റെ കഥ കാണുന്നത്. ആ ഒരു അത്ഭുതവും ആ ഒരു സന്തോഷവും ആ ഒരു സന്ത്രാസവും പിന്നെ ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായത് ആദ്യ പുസ്തകം അറിയാതെ മുന്നിൽ ഒരു പുസ്തകശാലയിൽ കണ്ടപ്പോഴാണ്. അതും അവിചാരിതമായിട്ടാണ്. അതാണ് എഴുത്ത് ജീവിതത്തിലെ രണ്ട് സംരംഭങ്ങൾ, സന്ത്രാസങ്ങൾ, ആഹ്ലാദകരമായ സംരംഭങ്ങൾ, സന്ത്രാസങ്ങൾ എന്ന് പറയാവുന്നത്. ഇപ്പോൾ 2025 ആകുമ്പോൾ എൻ്റെ എഴുത്ത് ജീവിതത്തിന് 50 വർഷമാകുന്നു. ഇത്രയും കാലവും കുറച്ച് പേരൊക്കെ എന്നെ വായിച്ചു എന്നുള്ളത് എന്നെ കൂടുതൽ ഈ മേഖലയിൽ പിടിച്ചു നിർത്തുന്നു. കൂടുതൽ അറിയാനും കൂടുതൽ വായിക്കാനും കൂടുതൽ എഴുതാനും പ്രേരിപ്പിക്കുന്നു. ഒരു ചെറുകഥാകൃത്ത് എന്ന നിലയിൽ മാത്രമല്ലല്ലോ VR സുധീഷിനെ സഹൃദയർ അറിയുന്നത്. സുധീഷ് എന്ന പ്രഭാഷകനെയും സുധീഷ് എന്ന ഗായകനെയും സുധീഷ് എന്ന അധ്യാപകനെയും നിരൂപകനെയും എല്ലാ മലയാളികൾക്കറിയാം. എഴുത്തിൻ്റെ ഈ സമാന്തര വിഭാഗങ്ങളിലേക്ക് സുധീഷ് കടന്നു കയറിയിട്ടുണ്ട്. എങ്ങനെയാണത് താങ്കളെ സ്വാധീനിക്കുന്നത് എന്നൊന്ന് പറയാം. എഴുത്തുകാരനൊരിക്കലും ഒരു സ്പെഷ്യലിസ്റ്റ് ആകരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട്, ആഗ്രഹമുണ്ട്. കഥയെഴുത്തുകാരനായാൽ മാത്രം പോരാ, കവിയായാൽ മാത്രം പോരാ, നിരൂപകനായാൽ മാത്രം പോരാ. അവർക്ക് ഈ ആകാശത്തിന് കീഴെയുള്ള മറ്റ് കാര്യങ്ങളെക്കുറിച്ച് നല്ല ഗ്രാഹ്യം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ സഹൃദയൻ അഥവാ സഹൃദയ എന്ന് പറയുന്നത്. അത്തരൊരു സഹൃദയനാകാനാണ് ഞാൻ ശ്രമിച്ചത്. അതുകൊണ്ട് ഞാൻ സംഗീതത്തെക്കുറിച്ച് പറയും, ഞാൻ ഫുട്ബോളിനെ കുറിച്ച് പറയും, ഞാൻ കഥ എഴുതും, നിരൂപണം എഴുതും, നോവൽ എഴുതും, ഞാൻ എന്തും ചെയ്യും. കോഴിക്കോടിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ VR സുധീഷ് പലപ്പോഴും അടയാളപ്പെടുന്നത് സംഗീതവുമായി ചേർന്ന് നിന്നുകൊണ്ടാണ്. പാട്ടെഴുത്ത് എന്ന അതൊരു പങ്ക്തിയായിട്ട് തന്നെ ദേശാഭിമാനിയിൽ പബ്ലിഷ് ചെയ്തു. മലയാളത്തിൽ അങ്ങനെ ഒരു പങ്ക്തി ആദ്യമായിട്ടായിരുന്നു, ഒരു പരമ്പരയായിട്ട് വന്നു. ആത്മക, അത് ആ എഴുത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ടുണ്ട്. പലതവണ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, പണ്ട് മുതലേ പറയുന്നൊരു കാര്യമാണ്. ഞാൻ ഒരു പാട്ടുകാരനാകാൻ ആഗ്രഹിച്ച ഒരാളാണ്. ഞാൻ പാടി വന്ന ഒരാളാണ് കുട്ടിക്കാലം മുതലേ. ഈ വടകരയിലെ ഈസ്റ്റ് ജൂനിയർ ബേസിക് സ്കൂളിലും അതുപോലെ വടകര BMI സ്കൂളിലൊക്കെ പാടി വന്ന ഒരാളാണ്. അന്നൊന്നും ഒരു എഴുത്തുകാരനാകാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് എഴുത്തിനെക്കുറിച്ച് അങ്ങനെ ഒരു വലിയ ബോധ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എഴുത്തുകാരനാകാൻ ആഗ്രഹിച്ച, വലിയ സദസ്സിന് മുമ്പിൽ പാട്ടുകാരനാകാൻ ആഗ്രഹിച്ച് ഞാൻ എഴുത്തുകാരനായിപ്പോയി. പക്ഷെ എൻ്റെ ഉള്ളിൽ സംഗീതമുണ്ട്. ആ സംഗീതത്തെ എനിക്ക് തൂത്തെറിയാൻ പറ്റില്ല. അതെൻ്റെ രക്തധമനികളിലുണ്ട്. അതുകൊണ്ട് ഞാൻ ആ പാട്ടിനെ കൊണ്ടു നടന്നു. ആ പാട്ടിൻ്റെ ഈണങ്ങളും താളങ്ങളും ഒക്കെയാണ് എൻ്റെ വാക്കുകളായിട്ട്, വരികളായിട്ട്, വാചകങ്ങളായിട്ട് മാറിയത്. ഞാൻ ഗവേഷണം നടത്തിയത് പാട്ടിലാണ്. എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ട്, പക്ഷെ ഞാൻ ഡോ എന്ന് വെക്കാറില്ല. അത് എടോ എന്ന് വിളിക്കുന്ന പോലെ തോന്നും. VR സുധീഷ് എന്നൊക്കെ പറഞ്ഞ VR സുധീഷ് എന്നൊക്കെ വിളിക്കുന്ന പോലെ. അതുകൊണ്ട് ഞാനത് വെക്കാറില്ല. എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയത് പാട്ടിനെ കുറിച്ചുള്ള ഗവേഷണത്തിലാണ്. അത് ജെന്യൂനാണ്. ഒരു ഗവേഷകൻ എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നും എനിക്ക് നിർബന്ധമുണ്ട്. വേറൊരു വിഷയം പോയിട്ട് സംഘടിപ്പിച്ചിട്ട് ഗൈഡിനോട് ചോദിച്ചിട്ട് ഞാൻ എന്തിനാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ഗൈഡ് പറഞ്ഞു കൊടുത്തൊരു വിഷയമല്ല ഒരു ഗവേഷണ വിദ്യാർത്ഥിനി ചെയ്യേണ്ടത്. അങ്ങനെയാണ് പിൽക്കാലത്തൊക്കെ സംഭവിക്കുന്നത്. ജെന്യൂനായിട്ട് നമ്മുടെ ഉള്ളിൽ എന്താ ഉള്ളത് അതിനെക്കുറിച്ച് ഗവേഷണം ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. ഞാൻ പാട്ടിനെക്കുറിച്ചാണ് ഗവേഷണം ചെയ്തത്. പാട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് സംഗീതം അറിയില്ല. ഉള്ളത് സംഗീതത്തെക്കുറിച്ചുള്ള ചെറിയ ഗ്രാഹ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് വരികളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഭാസ്കരൻ മാഷിൻ്റെയും വയലാറിൻ്റെയും ONVയുടെയും പാട്ടുകളിലെ, പഴയ പാട്ടുകളിലെ കേരളീയതയെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടാണ് ഞാൻ ഡോക്ടറായത്. തീർച്ചയായിട്ടും എഴുത്തിൻ്റെ ഒരു തുടർച്ച, നമ്മുടെ പൂർവ്വസൂരികളുടെ എഴുത്തിൻ്റെ ഒരു തുടർച്ച VR സുധീഷിൽ വന്നു. പിന്നീട് പെട്ടെന്ന് തന്നെ തൻ്റേതായൊരു വഴിയിലേക്ക് താങ്കൾ തിരിയുകയാണ് ഉണ്ടായത്. തൊട്ട് മുമ്പ് എഴുതിയ എഴുത്തുകാരുമായിട്ടെല്ലാം ഉള്ള ആത്മബന്ധമാണ് എഴുതിയ കാലം എനിക്ക് കിട്ടിയ കത്തുകൾ എന്ന പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്. അതിൽ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ആ സ്വാധീനം, ആ എഴുത്തുകാരുമായിട്ടുള്ള ആ ഒരു ബന്ധം, അതൊന്ന് പെട്ടെന്നൊന്ന് ഓർമ്മയിൽ വരുന്നതൊന്ന് ഷെയർ ചെയ്യാവും. ശരിയാണ്. മുതിർന്ന തലമുറയിലുള്ള ഒരുപാട് എഴുത്തുകാരുമായിട്ട് എനിക്ക്
വലിയ ആത്മബന്ധമുണ്ടായിരുന്നു. പലരും മരിച്ചുപോയി, ജീവിച്ചിരിക്കുന്നവർ ഇപ്പോഴും വളരെ കുറവാണ്. ഈ തലമുറയിലുള്ള എഴുത്തുകാരായിട്ട് എനിക്ക് ബന്ധം വളരെ കുറവാണ്. കാരണം പണ്ടത്തെ എഴുത്തുകാരെ പോലെയല്ല ഇന്നത്തെ എഴുത്തുകാർ, അറിയാമല്ലോ. ഇപ്പം വൈക്കം മുഹമ്മദ് ബഷീർ തൊട്ട് ഇങ്ങേയറ്റത്ത് TV കൊച്ചുബാവ വരെ എനിക്കയച്ച കത്തുകളാണ് ദിലീപ് പറഞ്ഞ ഈ എഴുതിയ കാലം എന്നുള്ള പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. അന്ന് പിന്നെ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ, കത്തുകൾ മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ എനിക്ക് കത്തയക്കാറുണ്ട്, അവരുടെ മനോഗതങ്ങൾ ഞാനുമായിട്ട് പങ്കുവെക്കാറുണ്ട്. ഞാൻ തിരിച്ചും കത്തയക്കും. ദില്ലിയിലിരുന്നു കൊണ്ട് എം മുകുന്ദൻ എനിക്ക് കത്തെഴുതും, ബേപ്പൂരിലിരുന്നു കൊണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ എനിക്ക് കത്തെഴുതും, ഗൾഫിൽ പോയി TV കൊച്ചുബാവ എനിക്ക് കത്തെഴുതും, തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് P. ഭാസ്കരൻ മാഷ് എനിക്ക് കത്തെഴുതും. അതൊരു കത്തെഴുത്തിൻ്റെ സുവർണ്ണകാലമായിരുന്നു. അപ്പോൾ ഈ കത്തുകളൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചു. അത് എന്ത് ചെയ്യണമെന്ന് ആ ഒരു സമയത്ത് ഇങ്ങനെ ആലോചിച്ചപ്പോൾ, ഈ കത്തുകളൊന്നും ഞാൻ മാത്രമല്ലേ വായിക്കുന്നുള്ളൂ, വേറെ ഒരാളും വായിക്കുന്നില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ, ആ കത്തിലൊക്കെ നല്ല ഉള്ളടക്കങ്ങളുണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് ആ കത്തുകളൊക്കെ കൂടിയിട്ട് എഴുതിയ കാലം എന്നുള്ള പേരിൽ പുസ്തകമാക്കിയത്. ആ പുസ്തകം ആളുകൾ ഏറ്റെടുത്തു. ഇപ്പോഴും നിങ്ങളുടെ ഏറ്റവും മികച്ച പുസ്തകങ്ങളിൽ ഒന്ന് ആ എഴുതിയ കാലമാണെന്ന് എന്നോട് പറയുന്ന എത്രയോ പേരുണ്ട്. അത് എൻ്റെ പുസ്തകമല്ല, ആളുകൾ അയച്ച കത്തുകളുടെ പുസ്തകമാണ്. ചോലമരപ്പാതകൾ എന്ന ചെറുകഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, പലരും വായിച്ചിട്ടുണ്ടാവും ആ കഥ. ഇങ്ങനെ നോക്കിയിരുന്നാൽ നമുക്ക് ഇത് കഴിയുമെന്ന് തോന്നുന്നില്ല, എന്നാലും കഴിയണം എന്ന് പറഞ്ഞ് വളരെ സ്വാഭാവികമായിട്ട് പ്രത്യേകിച്ചൊരർത്ഥമില്ലാത്ത രീതിയിലൊരു സംഭാഷണത്തിലാണ് ആ കഥ തുടങ്ങുന്നത്. ആ കഥ അങ്ങനെ തുടങ്ങിയിട്ട് അത് അവസാനിപ്പിക്കണമെങ്കിൽ ശില്പഭദ്രതയിൽ അങ്ങേയറ്റം ബോധമുള്ള ഒരു എഴുത്തുകാരന് മാത്രമേ അത് അവസാനിപ്പിക്കാൻ പറ്റുകയുള്ളൂ. കേവലം മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണ് ഞാൻ എന്ന് ONV പാട്ട് എഴുതിയിരിക്കുന്നു. കേവലം എന്ന് പറഞ്ഞ് ഒരു ഗാനം തുടങ്ങുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്ന് പറയുന്നത് പോലെ സുധീഷ് ഒരു കഥ എഴുതിയിരിക്കുന്നു. ഈ കഥയിൽ അപ്പോൾ എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായത് ഭാഷയുടെ മേൽ അങ്ങേയറ്റം അദ്ദേഹം ജാഗ്രത പുലർത്തുന്നുണ്ട്. എങ്ങനെയാണ് എഴുത്തുകാരൻ എന്ന നിലയിൽ ഭാഷയെ പരിചരിക്കുന്നത്, ഭാഷ നവീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ വായനയൊക്കെ വളരെ പരിമിതമായിരുന്നു ആദ്യകാലങ്ങളിൽ, കുട്ടിക്കാലങ്ങളിൽ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സംഗീതത്തിൻ്റെ പിറകെ പോയ ആളായതുകൊണ്ട് അക്കാലത്ത് സിനിമാ നോട്ടീസുകളും പാഠ്യപുസ്തകങ്ങളുമാണ് ഞാൻ കൂടുതലായിട്ട് വായിച്ചത്. സിനിമാ നോട്ടീസുകൾ വായിച്ചാൽ കഥാസാരം കിട്ടും, പാഠ്യപുസ്തകങ്ങൾ വായിച്ചാൽ ഈ പറഞ്ഞ ഈ മഹാരഥന്മാരുടെ ഭാസ്കരൻ മാഷിൻ്റെയും വയലാറിൻ്റെയും ONVയുടെയും ശ്രീകുമാരൻ നമ്പിയുടെയൊക്കെ പാട്ടുകൾ കിട്ടും. ഈ പാട്ടുകളുടെ വരികൾ കിട്ടും. ആ വരികളിലൊക്കെ എനിക്കറിയാത്ത എത്ര വാക്കുകളാണ്. എവിടെയൊക്കെയോ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഇപ്പം എൻ്റെ നാട്ടുകാരായിട്ട് രസകരമായൊരു അനുഭവം പങ്കുവെക്കുകയാണ്. ഒരിക്കൽ ഈ ഭാസ്കരൻ മാഷായിട്ട് ഞാൻ പിൽക്കാലത്ത് വലിയ പരിചയത്തിലായി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടെഴുത്തുകാരൻ ഭാസ്കരൻ മാഷാണ്. അത് കഴിഞ്ഞിട്ടേ വയലാറും ബാക്കി ശ്രീകുമാരൻ തമ്പിയൊക്കെ വരുന്നുള്ളൂ. ശ്രീകുമാരൻ തമ്പിയോട് ഒരിക്കലും ഞാനിത് പറഞ്ഞപ്പോൾ ശ്രീകുമാരൻ തമ്പി കുറേ കാലം എന്നോട് മിണ്ടാതിരുന്നു. അങ്ങനെ ഭാസ്കരൻ മാഷയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഞാൻ പറഞ്ഞു, മാഷിൻ്റെ ഒരു പാവാടക്കാരിയാണ് ഞാൻ ആദ്യമായിട്ട് പ്രണയിച്ചത്. ഇപ്പം ഭാസ്കരൻ മാഷ അതാരാ? അപ്പോൾ അങ്ങനെ ഒരാളുണ്ട്, അതാരാ പറയേ? അപ്പം ഞാൻ ഇങ്ങനെ ഒരു വരി പറഞ്ഞു കൊടുത്തു. അന്നു നിൻ്റെ നുണക്കൊഴി തെളിഞ്ഞിട്ടില്ല, അന്നു നിൻ്റെ കവിളിത്ര ചുവന്നിട്ടില്ല, പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി. ആ പാവാടക്കാരി അവള് അനുപല്ലവിൽ ഇങ്ങനെ ഒരു വരി വരുന്നു. പള്ളിക്കൂട മുറ്റത്തുള്ള മല്ലികപ്പൂമരം ചാരി പടം നോക്കി പഠിക്കുന്ന പാവാടക്കാരി, കണ്ടാൽ പാറി പാറി പറന്നു പോകും പാവാടക്കാരി. ആ പാവാടക്കാരിയാണ് ഞാൻ ആദ്യമായിട്ട് പ്രണയിച്ചതെന്ന് പറഞ്ഞു. അതാ കാരണം എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു, ഞാനൊന്നും പഠിപ്പിൽ അത്ര മിടുക്കനായിരുന്നില്ല, മോശമായിരുന്നു. ഇവള് പള്ളിക്കൂട മുറ്റത്തുള്ള മല്ലികപ്പൂ മരം ചാരിയിട്ട് ഇങ്ങനെ ഈ പടം നോക്കിയിട്ട് ഇങ്ങനെ പഠിക്കുന്നത് കണ്ടപ്പോൾ അവളോട് അസൂയ തോന്നി എന്ന് പറഞ്ഞു. ഭാസ്കരൻ മാഷ എന്നെ ഒന്നിങ്ങനെ നോക്കി. ഞങ്ങളൊരു 2 പെഗ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ പെഗ് അങ്ങനെ ഇങ്ങനെ വിഴുങ്ങി. എന്നിട്ട് എന്നോട് പറഞ്ഞു, പൊട്ട. ഞാൻ എന്ത്? ഞാൻ അങ്ങനെയല്ല എഴുതിയത്, അത് ആ ദാസും ബാബുവും കൂടി പറ്റിച്ചൊരു സംഗതിയാന്ന് പറഞ്ഞു. ദാസ് എന്ന് പറഞ്ഞ യേശുദാസ്, ബാബു എന്ന് പറഞ്ഞ ബാബുരാജ്, സംഗീതം നൽകിയ അയാളാണ്.
ഞാൻ അതല്ല എഴുതിയത്. പള്ളിക്കൂടം മുറ്റത്തുള്ള മല്ലികപ്പൂ മരഞ്ചാരിയിട്ട് അവൾ നിൻ്റെ ഈ പാഠം ടെക്സ്റ്റ് ലെസൺ ഒന്നും അല്ല അവൾ നോക്കി പഠിച്ചത്. അവൾ പാഠം നോക്കിയിട്ട് വയൽ നോക്കിയിട്ടാണ് പഠിച്ചതെന്ന് പറഞ്ഞു. ഞാൻ പാഠം ഠ എന്നാണ് എഴുതിയത്. ഈ ബാബുവിനും ദാസിനും അക്ഷരം അറിഞ്ഞുകൂടാലോ, അതുകൊണ്ട് അവർ പാഠം എന്ന് പാടി. അന്നത്തെ പാഠ്യപുസ്തകങ്ങളിലൊക്കെ ഠ എന്ന് വന്നു. നമുക്കതല്ലേ അറിഞ്ഞുകൂടെ പാഠം. ലെസൺ നോക്കിയിട്ടല്ല, വയൽ നോക്കിയിട്ട് പഠിച്ച ആദ്യത്തെ പരിസ്ഥിതി പ്രണയിനിയാണ് അവൾ എന്ന് പറഞ്ഞു. നീ പ്രണയിച്ചോ എന്ന് പറഞ്ഞു. കിടുങ്ങിപ്പോയി ഞാൻ. പറഞ്ഞു മാഷേ അവളോടുള്ള പ്രണയം എനിക്ക് ഇരട്ടിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇത്തരം വാക്കുകൾ ഒക്കെ വന്നു ചേരുന്നത് ഈ പാട്ടുകളിൽ നിന്നാണ്. അന്ധകാരം എന്താണെന്ന് നമുക്കറിയില്ല. മുന്നിൽ മൂകമാം ചക്രവാളം, പിന്നിൽ ശൂന്യമാം അന്ധകാരം എന്നൊക്കെ പറഞ്ഞാൽ ചക്രവാളം എന്താണ്, അന്ധകാരം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ആശാനെയോ ചങ്ങമ്പുഴയെയോ വായിച്ചിട്ടല്ല ഭാഷ പഠിച്ചത്. ഞാൻ പാഠ്യപുസ്തകങ്ങളിൽ നിന്ന് ആണ് ഞാൻ ഭാഷ പഠിച്ചത്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് എനിക്ക് പാട്ടിൽ റിസർച്ച് ചെയ്യേണ്ടി വന്നത്. അത് അവരോടുള്ള ഒരു കടപ്പാട് കൂടിയാണ്. സുധീഷ്, ബി ആർ സുധീഷ് എന്ന് കേൾക്കുമ്പോൾ അവിവാഹിതനായ, ഇപ്പോഴും സുഹൃത്തുക്കളോടൊപ്പം ജീവിക്കുന്ന, ജീവിതം സുഹൃത്തുക്കളുടെ കൂടെ സൗഹൃദവും പാട്ടും ആഘോഷങ്ങളുമായി ജീവിക്കുന്ന ഒരു ഫിഗറാണ് നമുക്ക് ഓർമ്മ വരുന്നത്. എഴുത്തിലും ആ ഒരു താരുണ്യം അദ്ദേഹം നിലനിർത്തുന്നുണ്ട്. ഒരു പ്രണയി, നിതാന്ത പ്രണയി ബി ആർ സുധീഷിനെ ആരെങ്കിലും ഒന്ന് പ്രണയിച്ച് സഹായിച്ചിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പല കഥകളും വായിച്ചിരുന്നപ്പോൾ. പ്രണയത്തെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഒരു സുധീഷ് കഥ നമുക്ക് കാണാനും പറ്റില്ല. എങ്ങനെയാണ് പ്രണയം താങ്കളെ ആവേശിക്കുന്നത്? അതൊന്ന് പറയാമോ? എഴുത്തുമായി ബന്ധപ്പെടുത്തി, പേഴ്സണലായിട്ടും പറയാം. ഞാൻ ഒരുപാട് പ്രണയിച്ചിട്ടുണ്ട്. സത്യത്തിൽ പ്രണയം എന്നുള്ളത് നമ്മുടെ ജീവിത സമയത്തിൻ്റെ ഒരു സ്പന്ദനമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സമയങ്ങൾക്ക് ചിറകടി നൽകുന്നത് പ്രണയമാണ്. അല്ലെങ്കിൽ ഈ സമയങ്ങളൊക്കെ ഇങ്ങനെ മരവിച്ചു പോകും. പ്രണയിയായ ഒരു പുരുഷനും പ്രണയിനിയായ ഒരു സ്ത്രീക്കും ജീവിതം ഇങ്ങനെ സ്പന്ദിക്കുന്ന ഒരനുഭവം ഉണ്ടാക്കി തീർക്കും. അപ്പോഴാണ് നമ്മൾ ജീവിക്കുന്നു എന്ന് തോന്നുക. എന്നിലത് ജെന്യുവനായിട്ട് ഉണ്ടായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ധാരാളം പ്രണയകഥകൾ എഴുതി. എൻ്റെ പ്രണയകഥകൾ വായിച്ചിട്ട് ഒരുപാട് പേര് പ്രണയിച്ചു. ചിലപ്പം ഞാൻ പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവർ പറഞ്ഞു, എൻ്റെ ഭാര്യയാണ്, നിങ്ങളുടെ കഥ വായിച്ചിട്ടാണ് ഞാൻ ഇവളെ കെട്ടിയെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇപ്പോഴും എങ്ങനെയുണ്ട് അനുഭവം? അന്നേരം അവരൊന്നും പറയില്ല. അപ്പം എനിക്ക് കുറ്റബോധമൊക്കെ തോന്നും. ഭാര്യയും ഭർത്താവും വന്നിട്ട് പറയും, നിങ്ങളുടെ കഥ വായിച്ചിട്ടാണ്. അപ്പം ഇയാൾ ഇത് നമ്മളെ അപലപിച്ചിട്ടാണോ, നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടാണോ പറയുന്നത്, നല്ലതിനാണോ പറയുന്നതെന്ന് അറിയില്ല. അപ്പം ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കും, എങ്ങനെയുണ്ട്, ഒന്നും മിണ്ടില്ല. അങ്ങനെ ഒരുപാട് പ്രണയങ്ങൾക്ക് ഞാൻ മാർഗദർശിയായിട്ടുണ്ട്. ഒരുപാട് പ്രണയ ജീവിതങ്ങൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ എൻ്റെ കോളേജിൽ, ഇവിടെ വടകരയല്ല, ചെളന്നൂർ എസ്.എൻ. കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു ചെറുക്കനും ഒരു പെൺകുട്ടിയും കൂടി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം, സാറ് വേണം അത് നടത്തിത്തരാൻ. ഇതാണ് ഈ പ്രണയ കഥകളൊക്കെ എഴുതിയാലുള്ള ബുദ്ധിമുട്ട്. ഇതാണ്. പിന്നെ നമ്മളിതിൻ്റെ രജിസ്റ്ററായിട്ട് മാറണം. ഇത് വേറെ ഒരാളോട് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, വീട്ടിൽ പറയാൻ പറ്റില്ല, ഇവിടുത്തെ ഒരു അധ്യാപകരോടും പറയാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഇത് സാറ് നടത്തിത്തരണം, ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നടത്തിത്തരാം. എവിടെയാണ്? ഇപ്പം നോക്കുമ്പോൾ ഈ പേരാമ്പ്ര സബ് രജിസ്റ്റർ ഓഫീസിലാണ് ഇവർ കണ്ടത്. അതിനടുത്താണ് ഈ ചെറുക്കനും ഈ പെൺകുട്ടി. അപ്പോൾ ഡേറ്റൊക്കെ നിശ്ചയിച്ചു. രാവിലെ ഞാൻ പറഞ്ഞു, ഞാൻ വരാം, സാറ് വരണം സാക്ഷിയായിട്ട്, വേറെ ഒരാൾ അവരുടെ ഭാഗത്ത് നിന്ന് വരും. ശരിയെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ രജിസ്റ്റർ ഓഫീസിൽ, എൻ്റെ അച്ഛൻ സബ് രജിസ്ട്രാളായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇവരുമായിട്ടൊക്കെ ചെറിയ ബന്ധങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഗതിയുണ്ട്, അങ്ങ് വരുന്നുണ്ട്, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കരുത്, പെട്ടെന്ന് ഒഴിവാക്കി തരണം, ക്ലാസ്സൊക്കെ ഉള്ളതാണ്. ശരി. അങ്ങനെ ഞാൻ പേരാമ്പ്ര ആ സമയത്ത് 11 മണിയാണ് പറഞ്ഞത്, ഒരു 10:45 ഞാൻ അവിടെ എത്തി. ഞാൻ അവിടെ ഇങ്ങനെ ഇവരെത്തിയിട്ടില്ല, കാത്തിരിക്കുന്നു 11 11:15 11:30 ഇവരെ കാണുന്നില്ല. 12 മണിയായി, കാണുന്നില്ല. അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ, എവിടെയാണ് വിളിക്കുക, ആരും വരുന്നില്ല. ഞാൻ തിരിച്ചു പോകുന്നു, ദേഷ്യം പിടിച്ച് ഞാൻ തിരിച്ചു പോന്നു. ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെത്തി. ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആയപ്പോൾ കാണാം ഈ ചെറുക്കനും പെൺകുട്ടിയും ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി വരുന്നു.
എനിക്കിങ്ങനെ കലി വന്നിട്ട് ഒന്ന് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കൈ ഇങ്ങനെ തരിക്കുമ്പോഴാണ് അവർ പറഞ്ഞത് ക്ഷമിക്കണം. ഞങ്ങൾ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതിയെന്ന്. പിന്നെ അതിന് ശേഷമാണ് അനിയത്തിപ്രാവ് എന്നുള്ള സിനിമയൊക്കെ വന്നത്. ഞാൻ പറഞ്ഞു നല്ല കാര്യം. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നി, കുറച്ചുകൂടി ആലോചിച്ചു. അങ്ങനെ ഞാനങ്ങ് ക്ഷമിച്ചു. അവർ ഡിഗ്രി കഴിഞ്ഞ് പോയി. കുറച്ചു കാലം കഴിഞ്ഞപ്പം ഞാനിവരെ അന്വേഷിച്ചപ്പം അവനെ പിടികിട്ടി, അവളെ ഇതുവരെ പിടികിട്ടിട്ടില്ല. അവൾ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവനോട് ചോദിച്ചപ്പോൾ അവനും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അവൻ വേറെ കല്യാണം കഴിച്ചു, അവൾ വേറെയും കല്യാണം കഴിച്ചു. ഇത്രമാത്രം അറിയാം. അങ്ങനെയും പ്രണയകഥകൾ പ്രചോദിപ്പിച്ചിട്ടുണ്ട് പലരെയും. വൈലോപ്പിള്ളിയോട് ഇക്കാര്യം സംസാരിച്ചിരുന്നോ അല്ലേ? അദ്ദേഹത്തിൻ്റെ ദാമ്പത്യം പൊട്ടിപ്പോയിന്ന് എഴുതിയ കാലത്തിൽ എഴുതിയിരുന്നല്ലോ. എഴുത്തുകാരന് കൊണ്ടു കിടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ വൈലോപ്പിള്ളിയുടെ നാളും എൻ്റെ നാളും ഒന്നാണ്. ആ നാളൊന്നും ചോദിക്കണ്ട, ആ നാളുകാർ കുറേ ഇവിടെ ഉണ്ടാവും. ഇവരുടെ ഒന്നും ദാമ്പത്യത്തിൽ എപ്പോൾ പ്രശ്നം ഉണ്ടാകും പോലും. ഇവരുടെ ജന്മപക്ഷി കാക്കയാണ്. അതുകൊണ്ടാണ് വൈലോപ്പിള്ളി കാക്ക എന്നുള്ള കവിത എഴുതിയത്. കൂരിരുട്ടിൻ്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനുറ്റ തോഴി എന്നെഴുതിയത്. അപ്പോൾ ഈ നാളുകാർക്ക് എപ്പോഴും ഈ പ്രശ്നമുണ്ട് പോലും. ദാമ്പത്യത്തിൽ വലിയ പ്രശ്നമെന്ന് പറയും. എന്തോ എനിക്കറിയില്ല. വൈലോപ്പിള്ളിയുടെ ദാമ്പത്യവും നിന്നില്ല, എൻ്റെ ദാമ്പത്യവും നിന്നില്ല. അത്രമാത്രം അറിയില്ല. അതിനിടയിൽ പ്രണയം കടന്നു വരുമ്പോൾ തന്നെ അതിനോട് ചേർന്ന് തന്നെ മരണവും വരുന്നുണ്ട് വിഷയമായിട്ട്. നേരത്തെ പറഞ്ഞ ചോലമരപ്പാതകളിൽ തന്നെ ഒരു കുടുംബം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു. അതിൽ ഗൃഹനാഥൻ വിഷം കലർത്തിയ ചോറ് ഉരുട്ടി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതിന് ശേഷം ഏറ്റവും പ്രണയത്തോടെ ഭാര്യയ്ക്ക് ഇത് നിനക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. കുഞ്ഞിൻ്റെ ചുണ്ടിൽ വെച്ച് കൊടുത്തപ്പോൾ അരുചി കൊണ്ട് അവൾ തുപ്പിക്കളഞ്ഞു. വീണ്ടും നിർബന്ധിച്ചു കൊടുത്തു. പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് അവളുടെ വായിൽ വെച്ച് കൊടുത്തു ഇത് നിനക്ക് എന്ന് ഏറ്റവും പ്രണയത്തോടു കൂടിയിട്ടാണ് സുധീഷ കഥാപാത്രം കൊണ്ടുവരുന്നത്. അവിടെയും മരണത്തിന് തൊട്ട് മുമ്പും പ്രണയം ആവേശിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ നോക്കൂ ഒരു കോമാളി എന്ന കഥ അവസാനിക്കുമ്പോൾ കോമാളി വയലയ്ക്ക് പുറത്തേക്ക് ചാടുമ്പോൾ വയലിനിസ്റ്റ് ആഞ്ഞു വലിക്കുമ്പോൾ തമാശ നിറഞ്ഞ ഒരു ശബ്ദം വയലിൽ നിന്നുണ്ടാവുകയാണ്. മരണമാണ് വരുന്നത്. ചിരിപ്പിച്ചുകൊണ്ടാണ് അവിടെ പെട്ടെന്ന് രംഗബോധമില്ലാതെ കോമാളി കടന്നു വരുന്നത്. ഇപ്പം ഞാൻ ചോദിക്കുന്നത് മരണത്തെക്കുറിച്ചാണ്. സുധീഷ് കഥകളിൽ മരണം പതിയിരിക്കുന്നുണ്ടല്ലോ, പ്രണയം പോലെ തന്നെ. ഒന്ന് പറയൂ. ജീവിതം എന്നുള്ളത് ഒരു സാങ്കല്പികമായ സ്വപ്നം പോലെയാണ്. നമ്മളിങ്ങനെ ഒരു അനശ്വരതയെ ഇങ്ങനെ സങ്കല്പിക്കുന്നു, സ്വപ്നം കാണുന്നു. മരണം എന്നുള്ളത് ദാരുണമായ വളരെ സത്യസന്ധമായ ഒരു വേദനയാണ്. അതാണ് യാഥാർത്ഥ്യം. ഏതോ ഒരു മഹാൻ എവിടെയോ പറഞ്ഞിട്ടുണ്ട്, അനശ്വരർ എന്ന പോലെ ജീവിക്കുവിൻ, ഇന്ന് മരിക്കുവിൻ. അനശ്വരർ എന്ന പോലെ സ്വപ്നം കാണുവിൻ, ഇന്ന് മരിക്കും എന്നതുപോലെ ജീവിക്കുവിൻ എന്ന്. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ളൊരു വലിയ യാഥാർത്ഥ്യമാണ് ഈ മരണം എന്നുള്ളത്. അതിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് നമുക്ക് എഴുതാനാവില്ല. അതുകൊണ്ടാണ് ജീവിതത്തെക്കാൾ കൂടുതൽ നമ്മൾ മരണത്തെക്കുറിച്ച് എഴുതുന്നത്. വലിയ എഴുത്തുകാരൊക്കെ ഏറ്റവും കൂടുതലായി എഴുതിയത്, ഇപ്പോൾ ടോൾസ്റ്റോയോ ഡോസ്റ്റോവ്സ്കിയോ മാർക്കസോ ഏറ്റവും കൂടുതൽ എഴുതിയത് മരണത്തെക്കുറിച്ച് തന്നെയാണ്. അതിൻ്റെ അനുബന്ധമായിട്ടാണ് ജീവിതം വരുന്നത്. ഈ കഥകളെ മുൻനിർത്തിയെന്ന് പറഞ്ഞാൽ തന്നെ ഈ കഥകൾ എൻ്റെ കഥകൾ അധികവും എൻ്റെ അനുഭവങ്ങളെക്കാൾ ഉപരി മറ്റുള്ളവരുടെ അനുഭവങ്ങളാണ്. ഒരു ഭാര്യയും ഭർത്താവും 2 കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്തുകൊണ്ട് കൂട്ടാത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ച ഒരനുഭവത്തിൽ നിന്നാണ് ഞാൻ ചോലമരപ്പാതകൾ എഴുതുന്നത്. അത് നമുക്ക് സഹിക്കാനാവില്ല. എൻ്റെ ഒരു കഥയുണ്ട്. പ്രിയപ്പെട്ട മകനെന്നോ മറ്റോ ആണ്, മരിച്ചുപോയ വത്സല ടീച്ചർ. ഞാൻ ഈ കഥ എഴുതിയിട്ട് ചോദിക്കാനിരിക്കുകയാണ്. ഞങ്ങളുടെ മകൻ വിവാഹത്തിന് മുമ്പ് എഴുതിയ കഥ. അതെ, എൻ്റെ ഒരു 24-25 വയസ്സിലാണ് ഞാൻ ആ കഥ എഴുതിയത്. അപ്പോൾ ഈ വത്സല ടീച്ചർ എന്നെ ആദ്യമായിട്ട് പരിചയപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ ഞാൻ അവരെ പരിചയപ്പെട്ടപ്പോൾ അവരെന്നോട് ആദ്യം ചോദിച്ചത്,
ഇത്ര ചെറിയ കുട്ടിയാണോ ഈ ഞങ്ങളുടെ മകൻ എഴുതിയെന്ന് എന്നോട് ചോദിച്ചു. കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? ഞാൻ ഇല്ല. അച്ഛനായിട്ടില്ലല്ലോ? ഇല്ല. പിന്നെ അങ്ങനെ ഞങ്ങളുടെ മകൻ എന്നുള്ള ഈ കഥ എഴുതാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ചിരിച്ചു. ഞാൻ പറഞ്ഞു, ടീച്ചർ എനിക്കറിയില്ല. അത് അത്ഭുതകരമായിരിക്കുന്നു. ഞാൻ ധരിച്ചത് നിങ്ങളൊരു വലിയ മുതിർന്ന ഒരു അച്ഛനൊക്കെ ആയ ഒരാളാണ് ആ കഥ എഴുതിയെന്നുള്ളതാണ്. ആ കഥ എന്നെ അത്ഭുതപ്പെടുത്തി. ഇപ്പോൾ ആ അത്ഭുതം ഇരട്ടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് കൂടുതലും മറ്റുള്ളവരുടെ അനുഭവങ്ങളാണ്. നമ്മുടെയൊക്കെ ഒരു ചെറിയ ജീവിതമല്ലേ നമ്മുടേത്. ആ ജീവിതത്തോട് നമ്മൾ മറ്റുള്ളവരുടെ ജീവിതങ്ങളെ കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് കഥ എഴുതാനൊക്കെ സാധിക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ അനുഭവങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് ഈ കഥകളൊന്നും എങ്ങനെ എഴുതാൻ സാധിക്കും. ഞാൻ തുടങ്ങിയത് വംശാനന്തര തലമുറ എന്ന കഥയാണ്. പുനതൽ കുഞ്ഞബ്ദുള്ള വലിയൊരു വഴക്കിന് ശേഷം കണ്ടപ്പോൾ അല്ലേ ഈ കഥയുടെ പേരിലാണല്ലോ കെട്ടിപ്പിടിച്ചത് അല്ലേ? വി ആർ സുധീഷിനെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ അനുവാചകരുണ്ടാക്കിയ കഥയും വംശാനന്തര തലമുറയാണ്. ആ കഥ അതിനെക്കുറിച്ച് എഴുത്തുകാരൻ തന്നെ പറയുന്നത് പറഞ്ഞു കേൾക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് പറയൂ ആ കഥ. എനിക്കിപ്പോഴും മദനേട്ടൻ വരച്ച ചിത്രം സഹിതം മാതൃഭൂമി അയച്ചു വന്ന ഓർമ്മയുണ്ട്. ഞാൻ ഒരുപാട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അത് അച്ഛൻ്റെ സ്ഥലമാറ്റത്തിനനുസരിച്ചിട്ടാണ്, എൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടല്ല. പയ്യോളി ഹൈസ്കൂളിൽ ഞാൻ ഒന്നുകൂടി പറയാം, 1 മുതൽ 2 വരെ കൊയിലാണ്ടി പന്തലായനി സ്കൂളിൽ, 2ൻ്റെ പാതി മുതൽ 3 വരെ ഇവിടെ ഈസ്റ്റ് ജൂനിയർ ബേസിക് സ്കൂളിൽ, 3 മുതൽ 4 വരെ മേലടി മാപ്പിള LP സ്കൂളിൽ, 5 മുതൽ 9 വരെ പയ്യോളി ഹൈസ്കൂളിൽ, 9 പാതി മുതൽ 10 വരെ വടകര BM ഹൈസ്കൂളിൽ. ഇതായിരുന്നു എൻ്റെ വിദ്യാഭ്യാസ കാല ജീവിതം. അങ്ങനെ ഇരിക്കെ പയ്യോളി ഹൈസ്കൂളിൽ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ 6ലോ 7ലോ മറ്റോ പഠിക്കുമ്പോഴാണ് ജീവശാസ്ത്രം, അന്ന് ജീവശാസ്ത്രം, ഭൗതികശാസ്ത്രം, പിന്നെന്താ രസതന്ത്രം, അങ്ങനെ 3 പുസ്തകങ്ങളുണ്ട്. ഈ ജീവശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പിറ്റേന്ന് തവളയെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ബാലക്കുറുപ്പ് മാഷ്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് എനിക്കൊന്നും തവളയൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ താമസിക്കുന്ന സ്ഥലത്തൊന്നും തവളയില്ല. അങ്ങനെ പിറ്റേന്ന് ക്ലാസ്സിൽ ചെന്ന് നോക്കുമ്പോൾ കുട്ടികളെക്കാൾ കൂടുതൽ അറ്റൻഡൻസ് വിളിക്കാൻ തവളകളാണുള്ളത് അതിനകത്ത്. എത്രയാ തവളകൾ! അത് വലിയ ഇന്നൊന്നും നമ്മൾ അത്രയും തവളകളെയൊന്നും കാണില്ല. അമ്മാതിരി പോത്താച്ചി തവളകൾ. അപ്പോൾ ഇപ്പോഴും ഞാൻ അയാളെ കാണാറുണ്ട്. ഏറ്റവും വലിയ തവളയെ കൊണ്ടുവന്ന ഹമീദ്, പള്ളിക്കര സ്വദേശിയാണ്. ഹമീദ് ഒരു വലിയ തവളയെ കൊണ്ടുവന്നു. അതിനെ മാഷ് തിരഞ്ഞെടുത്തു. അതിനെ ഇങ്ങനെ മലർത്തി കിടത്തി കാർഡ്ബോർഡിൽ കയ്യും കാലും ഒക്കെ ഇങ്ങനെ മുട്ടുസൂചി കൊണ്ട് കുത്തി നിവർത്തി അതിനെ ബ്ലേഡ് കൊണ്ട് കീറി ശസ്ത്രക്രിയ ചെയ്ത് ഞങ്ങളെ പഠിപ്പിക്കുകയാണ് ജീവശാസ്ത്രം. ഇതിൻ്റെ പേരൊക്കെ ഇപ്പോഴും ഗ്രസനി എന്നൊക്കെയാണ് ഇതിൻ്റെ ആന്തരിക അവയവങ്ങളുടെ പേര്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നു. ഇതൊന്നും തലയിൽ നിൽക്കില്ല. പക്ഷെ കൗതുകമാണ് ഇതിനെ കീറി മുറിക്കുന്നതിൻ്റെ കൗതുകം. പിൽക്കാലത്താണ് അതിൻ്റെ വേദന മനസ്സിലായത്. അതിനെ കീറി മുറിച്ചു. മാസ്റ്റർ ഇതാണ് രസനി, ഇതാണ് ഗ്രസരി, ഇതാണ് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് തുന്നി കെട്ടിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തുന്നിക്കെട്ടിയപ്പോൾ അതിന് ജീവൻ വെച്ചു. അത് പെടഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. കീറി മുറിക്കുമ്പോഴും ഞങ്ങൾക്ക് സന്തോഷം, ഇത് പെടയുമ്പോഴും ജീവൻ വെച്ച് കെട്ടി തിരിച്ച് ജീവൻ കിട്ടി പെടയുമ്പോഴും ഞങ്ങൾക്ക് സന്തോഷം. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പം മാഷ് പറഞ്ഞു, പയ്യോളി സ്കൂളിൻ്റെ പിറകിൽ വലിയ കുളമുണ്ട്, ചിറയുണ്ട്, അതിൽ ഉപേക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ ഞങ്ങളെല്ലാം അങ്ങനെ സന്തോഷത്തോടുകൂടി ജാഥയായിട്ട് പോയിട്ട് ആ കുളത്തിലേക്ക് ഈ തവളയെ ഇറക്കി വെച്ചു. തവള ഒന്ന് നീന്തി പിന്നെയും ഒന്ന് ചലിക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ അത് ആണ്ടുപോയി. ഞങ്ങൾ തിരിച്ചു പോരുകയും ചെയ്തു. സന്തോഷമായി അതിനെ ഉപേക്ഷിച്ചില്ല. അത് ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കഥയൊക്കെ എഴുതുന്ന ആളായി മാറി. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ തൃശ്ശൂരിലെ ഒരു ഹോട്ടലിൽ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ എൻ്റെ കൂടെ ബാലേന്ദ്ര ചുള്ളിക്കാടും. അപ്പം അവിടെ എഴുതി വെച്ചിരിക്കുന്നു ടുഡേ സ്പെഷ്യൽ തവള ഇറച്ചി. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ വളരെ കൗതുകത്തോടു കൂടി വലിയ ആർത്തിയോട് കൂടി തവള ഇറച്ചി കഴിക്കുകയാണ്. അപ്പം ഇയാൾ എന്നോട് ചോദിച്ചു, നിനക്ക് തവള ഇറച്ചി വേണമെന്ന് ചോദിച്ചു. ഞാൻ വേണ്ട, ഞാനിതുവരെ കഴിച്ചിട്ടുമില്ല. പക്ഷെ എനിക്കത് കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മ പിന്നോട്ട് പോയി, ഈ തവളയിലേക്ക് എത്തി. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, അന്ന് പയ്യോളി ഹൈസ്കൂളിൻ്റെ പിന്നാമ്പുറത്തെ കുളത്തിലേക്ക് ഇറക്കി വിട്ട തവള എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക? ഹമീദ് പള്ളിക്കര എന്നുള്ള വിദ്യാർത്ഥി പള്ളിക്കരയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന തവളയെ പയ്യോളി ഹൈസ്കൂളിൻ്റെ പിന്നിലെ കുളത്തിലിട്ടാൽ
ആ തവളക്ക് അതിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമോ? അത് എത്തിയിട്ടുണ്ടാകുമോ? അതൊരു ആൺതവളയായിരുന്നു, അതിന് അതിൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും കാണാൻ സാധിച്ചിട്ടുണ്ടാകുമോ? ഈ ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ആണ് ആ കഥയുണ്ടായത്. അത് തിരിച്ചു പോകുന്നു, അത് അതിൻ്റെ വീട്ടിലെത്തുന്നു, അതിൻ്റെ ഭാര്യയെ കാണുന്നു, കുഞ്ഞുങ്ങളെ കാണുന്നു, അവരോട് കാര്യം പറയുന്നു. ഇതാ ഞാൻ കുട്ടികൾക്ക് മുമ്പിൽ ഒരു പാഠ്യവസ്തുവായി. ഒരിക്കലും മനുഷ്യരാശിയെ വെറുക്കരുത്, മനുഷ്യരെ, കുട്ടികളെ വെറുക്കരുത്. അവർക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ എന്നെ സമർപ്പിച്ചു. ഈ ഒരു ആശയം ഉള്ളിൽ വന്നപ്പോൾ ആണ് അങ്ങനെ ഒരു കഥ ഉണ്ടായത്. ആ കഥ എന്നിലുണ്ടാക്കിയ ഏറ്റവും വലിയ സന്തോഷം അതൊന്നുമല്ല. പിൽക്കാലത്ത് അതിനുശേഷം ഈ കഥയൊക്കെ വന്നതിന് ശേഷം കുഞ്ഞബ്ദുള്ളയായിട്ട് ഞാനിങ്ങനെ പിണങ്ങിയിരിക്കുമ്പോൾ ഒരിക്കൽ ഈ കഥ വന്ന ആ ആഴ്ച ഞങ്ങളൊരു ക്യാമ്പിൽ ഇങ്ങനെ പങ്കെടുക്കുമ്പോൾ, ഞാൻ ആദ്യം ക്യാമ്പിൽ പങ്കെടുത്തു, പ്രസംഗിച്ച് ഞാനവിടെ ഇരിക്കുമ്പോൾ കുഞ്ഞബ്ദുള്ള വരുന്നത് ഈ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് പോയിട്ടാണ്. എന്നിട്ട് പറയുന്നു, സുധീഷ് ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ ചെക്കൻ കഥ എഴുതി എന്നെ അത്ഭുതപ്പെടുത്തി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. പിറ്റേന്നത് പത്രങ്ങളൊക്കെ എഴുതുകയും ചെയ്തു. കുറച്ച് കാലം കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. അപ്പോഴേക്കും മൊബൈലൊക്കെ വന്നു. എന്നിട്ട് പറയാണ്, ഒരു ഏതോ കോളേജിലാണ്, സ്കൂളല്ല, കോളേജിലെ ഒരു ടീച്ചർ പറയുന്നു, താങ്കളുടെ ഈ വംശാന്തര തലമുറ എന്നുള്ള കഥ ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്, കുട്ടികളെ പഠിപ്പിച്ചിരുന്നു, അത് +2-നാണ്. ആ കുട്ടികൾ ഈ കഥ വായിച്ചതിൽ പിന്നെ സയൻസ് ലാബിൽ വന്നിട്ട് ഇനി പാറ്റയെയും തവളയെയും ഒന്നും മുറിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞു. സാറിൻ്റെ കഥ ഉണ്ടാക്കിയ പ്രചോദനമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരു എഴുത്തുകാരന് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു പുരസ്കാരമാണ് അത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം പിന്നീട് ഇത് ലാബിൽ പ്രാണികളെയും ജീവജാലങ്ങളെയും മുറിക്കുന്നത് നിരോധിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു എഫക്റ്റ് ആ കഥ ഉണ്ടാക്കി എന്നുള്ളത് എഴുത്ത് ജീവിതത്തിലെ വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇനി വാക്കുകൾ സംഗീതമാകുന്ന കാലം വരുന്നുണ്ട് എന്ന് വി.ആർ. സുധീഷ് തന്നെ എഴുതിയിട്ടുണ്ട്. മതവും രാഷ്ട്രീയവും ജാതിയും എല്ലാം ആസുര ശക്തികളായി മാറുന്ന ഈ കാലഘട്ടത്ത് എഴുത്തുകാരന് പ്രതിരോധിക്കാൻ വാക്കുകൾ മാത്രമേ ഉള്ളൂ. എത്രത്തോളം ജാഗ്രതയോടുകൂടി വേണം ഈ കാലഘട്ടത്തിൽ എഴുത്തുകാരൻ നിലനിൽക്കേണ്ടത്? ഈ സമകാലിക അവസ്ഥയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒന്ന് പറയും. എഴുത്തുകാരന് ഈ കാലത്തിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇല്ല. എഴുത്തുകാരുടെ പ്രാധാന്യമൊക്കെ ഇല്ലാതെയായിക്കൊണ്ടിരിക്കണം. എഴുത്തുകാരെ ആർക്ക് വേണം? വേണ്ടത് മറ്റു പലരെയൊക്കെയാണ്. ഞാൻ അത് തെളിച്ച് വിശദീകരിച്ചൊന്നും പറയുന്നില്ല, സമയവും ഇല്ല. പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. എഴുത്തുകാർ ഇവിടെ ആർക്കും ആവശ്യമില്ല. എഴുത്തുകാരെ ആർക്ക് വേണം? എഴുത്തുകാരെ എത്ര പേര് വായിക്കുന്നുണ്ട്? ഒരു പുസ്തകം എത്ര പേരെ സ്വാധീനിക്കുന്നുണ്ട്? സോഷ്യൽ മീഡിയയിൽ എല്ലാം എഴുത്തുകാരാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോയാൽ തിരിച്ച് വീട്ടിലേക്ക് പോകണമെങ്കിൽ ഒരു മറ്റേ ടിപ്പർ ലോറി വിളിക്കേണ്ടി വരും. കാരണം എല്ലാവരും പുസ്തകം തന്ന് കൈ തരികയാണ്. ഈ പുസ്തകം വീട്ടിൽ കൊണ്ടുപോയാൽ എല്ലാവരും എഴുത്തുകാരാണ്, എല്ലാവരും പ്രസാധകരാണ്. അവരവരെ തന്നെയാണ് ഇത് പ്രസാധനം ചെയ്യുന്നത്. തിരിച്ച് വീട്ടിൽ പോകണമെങ്കിൽ കയ്യിൽ ഒരു 25 പുസ്തകമെങ്കിലും നമ്മുടെ കയ്യിൽ എത്തും. പിറ്റേന്ന് രാവിലെ വിളി വരും, വായിച്ചോ. ഇത് ഒരു രാത്രി കൊണ്ട് 25 പുസ്തകം വായിക്കുകയല്ല നമ്മൾ. അതിൽ അവനവൻ സ്വയം പ്രകാശിപ്പിക്കുക എന്നുള്ളത് പുതിയ കാലഘട്ടത്തിൻ്റെ മുദ്രാവാക്യമായി മാറുന്നു. അത് അങ്ങനെയാണ് എഴുത്തുകാർ ഇല്ലാതെയാവുന്നത്. എല്ലാവരും എഴുത്തുകാരാവുന്നു. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കവികളാവുന്നു. ഇതിൽ നല്ലതേത് ചീത്തയേത് എന്ന് ആരും നിർണ്ണയിക്കുന്നുമില്ല. ഇതിൻ്റെ കവറൊന്ന് പ്രകാശനം ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ട് നിരന്തരം എല്ലാ ദിവസവും എഴുത്തുകാരുടെ വിളി വരും. ഇതൊക്കെ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കും പറഞ്ഞത്. നമ്മൾ ഈ കവർ പുസ്തകം വായിക്കാതെ തന്നെ പ്രകാശനം ചെയ്തു കൊടുക്കും. ചിലപ്പോൾ ഇതൊരു പൊട്ട പുസ്തകമായിരിക്കും. അതിൻ്റെ ഉത്തരവാദിത്തം പോലും നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. പിറ്റേന്ന് നമ്മളിത് പറയേണ്ടി വരും. അവിടെ എഴുത്തുകാർ എന്നുള്ള വർഗം ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു. ഇല്ലാതെയാവട്ടെ. പുള്ളി എന്തെഴുതും? മനസ്സിലൊരു നോവലില്ലേ? അതെഴുതും. അതെഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വായിക്കാൻ ഒരു തലമുറ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം അല്ലേ? എന്നൊരു വിശ്വാസമൊന്നും എനിക്കില്ല. നമ്മുടെ കുട്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ കുട്ടികളൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ക്ലാസ് മുറികളൊന്നും ഇപ്പോൾ കുട്ടികളില്ല. ഞാൻ പ്രിൻസിപ്പളായിട്ട് കോളേജിൽ ഇരുന്ന ഒരാളാണ്. അന്ന് ഫിസിക്സിന് ഒരു അഡ്മിഷൻ തരുമോ ഇത്ര രൂപ തരാമെന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്തൊക്കെ എത്ര പേര് വന്നിട്ടുണ്ട്. ഇപ്പം 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ കൊടുത്താലും ഫിസിക്സിനും കെമിസ്ട്രിക്കും സുവോളജിക്കൊന്നും ആരും വരുന്നില്ല പോലും. ഒഴിവാണ് എല്ലാ ക്ലാസ് മുറികളും. 5 വർഷം കഴിഞ്ഞാൽ ഇവിടുത്തെ കോളേജ് ഒരു ക്ലാസ് മുറിയിലും വിദ്യാർത്ഥികളുണ്ടാവില്ല. എല്ലാവരും വീട് പണയം വെച്ച് പറമ്പ് പണയം വെച്ച് പോവുകയാണ് UK-യിലേക്കും കാനഡയിലേക്കും ഒക്കെ. എൻ്റെ മകളെ ഞാൻ പറഞ്ഞയച്ചു. അവൾ വെച്ച് പറഞ്ഞു,
നിങ്ങളുടെ കേരളം ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ സ്വന്തം രാജ്യം. ഇവിടെ ഒന്ന് അച്ഛനൊന്ന് വാ, എന്നിട്ട് വന്നൊന്ന് കാണുക, ഇതാ ദൈവത്തിൻ്റെ സ്വന്തം രാജ്യം ഞാൻ കാണിച്ചു തരാം, സംസ്കാരത്തിൻ്റെ രാജ്യം ഞാൻ കാണിച്ചു തരാം എന്ന് പറയുകയാണ്. 5 വർഷം കഴിഞ്ഞാൽ ഈ വയസ്സന്മാരൊക്കെ ഇവിടെ കേരളത്തിൽ ഉണ്ടാവുള്ളൂ. വൃദ്ധസദനം ആയിരിക്കും ഓരോ വീടും. ഭാര്യ മരിച്ചു പോയാൽ ഭർത്താവ് പോകണം വൃദ്ധസദനത്തിലേക്ക്, ഭർത്താവ് മരിച്ചാൽ ഭാര്യ പോകേണ്ടി വരും വൃദ്ധസദനത്തിലേക്ക്. മക്കളുണ്ടാവില്ല, ഒരു മക്കളും നിങ്ങളെ തിരിഞ്ഞു നോക്കില്ല, പേടിപ്പിക്കുകയല്ല. ആലോചിക്കണം നമ്മൾ. അങ്ങനെ വരുമ്പോൾ ഈ വി ആർ സുധീഷിൻ്റെ കഥകൾ വായിച്ചു വരുന്ന ഏറ്റവും പുതിയ തലമുറയെ നിരാശപ്പെടുത്തില്ലേ താങ്കൾ? വിഷാദം, ആദ്യ കഥയിലെ വിഷാദം ജീവിതത്തിൽ പിന്തുടരുന്നു പറയുന്നു, നിറമുള്ള കോട്ടൺ ഷർട്ടുകൾ മാറി മാറി ഇടുന്നു, അതനുസരിച്ചൊരു വാച്ച് സ്ട്രാപ്പ് മാറ്റുന്നു, സുന്ദരനായി നടക്കുന്നു. അപ്പോൾ എപ്പോഴും ഒരു യൗവനം നിലനിർത്തുന്ന ആളുമാണ്. എവിടെയാണ് വിഷാദം? ദിലീപ്, ഒരു 50 വയസ്സിനും 70 വയസ്സിനും ഇടയിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ എഴുതുന്നത്. അവർ ചത്തുപോയാൽ ഞാൻ എഴുത്തു നിർത്തും, ഞാനും ചത്തുപോകും. നന്നായി, നല്ല അനുഭവം. തീർച്ചയായിട്ടും നമ്മുടെ സമയപരിമിതി മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള വിഷയം. വി ആർ സുധീഷിന് പ്രായമാകാതിരിക്കട്ടെ, പ്രായമാവുകയുമില്ല. അദ്ദേഹത്തിൻ്റെ ഭാഷ ഏറ്റവും കാൽപ്പനികമാണ്. പുതിയ ഗന്ധർവൻ എന്ന ശ്രീകൃഷ്ണൻ എന്ന കഥാസമാഹാരം, പിന്നീട് കടുക്കാച്ചിമാങ്ങ, ഈ അടുത്ത് ഗന്ധർവൻ. എല്ലാ കഥകളിലും ശ്രീകൃഷ്ണ ഭാവമുണ്ട്, സുധീഷിലുമുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രായമാകാതിരിക്കട്ടെ, നിത്യഹരിത നായകനായിട്ട് തന്നെ സുധീഷ് ഇനിയും കഥകൾ എഴുതട്ടെ, നമുക്ക് വായിക്കാം. സമയപരിമിതി കൊണ്ട് മാത്രം നിർത്താം. നന്ദി. ഈ ഒരു സെഷനെ ഔപചാരിക